സംസ്ഥാനത്തെ ആദ്യ ഡബിൾ ഡെക്കർ ട്രെയിൻ സർവീസ് ഉടൻ ആരംഭിക്കും. പാലക്കാട്ടേക്കാണ് ആദ്യ വരവ്. തമിഴ്നാട്ടിൽ സർവീസ് നടത്തുന്ന 2 ട്രെയിനുകളിൽ ഒന്ന് പാലക്കാട്ടേക്ക് നീട്ടാനാണ് ആലോചന. ബംഗളൂരുവിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് വരുന്ന ഉദയ് എക്സ്പ്രസ് ആണ് ഒന്ന്. മധുരയിൽ നിന്ന് ദിണ്ടിക്കൽ വഴി പൊള്ളാച്ചിക്ക് വരുന്നതാണ് മറ്റൊന്ന്. പൊള്ളാച്ചി ട്രെയിൻ പാലക്കാട്ടേക്ക് നീട്ടുന്നതിനാണ് പ്രഥമ പരിഗണന. കഴിഞ്ഞ വർഷം ഏപ്രിൽ 18-ന് കോയമ്പത്തൂർ പാലക്കാട് റൂട്ടിൽ പരീക്ഷണോട്ടം നടത്തിയിരുന്നു. 2 ഡബിൾ ഡെക്കർ ബോഗി ഉൾപ്പെടെ 4 ബോഗിയാണ് പരീക്ഷണ ഓട്ടത്തിലുണ്ടായിരുന്നത്. മധുരയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ഡബിൾ ഡെക്കർ സർവീസ് നടത്താനുള്ള സാധ്യത ദക്ഷിണ റെയിൽവേ പരിശോധിച്ചിരുന്നു. നാഗർകോവിൽ മുതൽ തിരുവനന്തപുരം വരെ ഇരട്ടപ്പാതയില്ലാത്തതിനാൽ അത് ഉപേക്ഷിക്കുകയായിരുന്നു. ദക്ഷിണേന്ത്യയിൽ കേരളത്തിൽ മാത്രമാണ് ഡബിൾ ഡെക്കർ സർവീസ് ഇല്ലാത്തത്. തമിഴ്നാട്ടിൽ 3 ട്രെയിനുകളുണ്ട്. സംസ്ഥാനത്ത് ഡബിൾ ഡെക്കർ സർവീസിന് തടസ്സമാകുന്നത് ട്രാക്കിന് മുകളിലൂടെയുള്ള റോഡ് പാലങ്ങളുടെ ഉയരക്കുറവാണ്. വള്ളത്തോൾ നഗർ, ഷൊർണൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വലിയ പാലങ്ങളാണ്. ഇവ പൊളിച്ചു പണിയുന്നതിന് ചിലവേറും. അതുകൊണ്ടാണ് സംസ്ഥാനത്തുടനീളം ഡബിൾ ഡെക്കർ സർവീസ് പദ്ധതി റെയിൽവേ വേണ്ടെന്നു വെച്ചത്. ഒരു ബോഗിയിൽ 120 സീറ്റാണ്. പാലക്കാട് റൂട്ടിൽ പരീക്ഷണോട്ടം നടത്തിയ KSR ബംഗളൂരു ഉദയ് എക്സ്പ്രസ് ആദ്യ AC ചെയർകാർ ട്രെയിനാണ്. ഒരു ബോഗിയിൽ സീറ്റുകൾ 120, ആകെ കോച്ചുകൾ 16, ഡബിൾ ഡെക്കർ 7. നിരക്ക് മറ്റു ട്രെയിനുകളിലെ AC നിരക്ക്. ഡബിൾ ഡെക്കർ ട്രെയിനുകളുടെ ചരിത്രം ഇങ്ങനെയാണ്. മുംബൈ സെൻട്രൽ അഹമ്മദാബാദ് ഡബിൾ ഡെക്കർ എക്സ്പ്രസ് ഇന്ത്യയിലെ ആദ്യത്തെ ഡബിൾ ഡെക്കർ ട്രെയിൻ അഹമ്മദാബാദ് ജംഗ്ഷനിൽ നിന്ന് മുംബൈയിലേക്ക് സർവീസ് നടത്തി. അഹമ്മദാബാദ് മുംബൈ സെൻട്രൽ എക്സ്പ്രസ്. അഹമ്മദാബാദ് മുംബൈ സെൻട്രൽ എക്സ്പ്രസ് 2012 സെപ്റ്റംബർ 19-ന് സർവീസ് ആരംഭിച്ചു. AC ഉൾപ്പെടെ ആധുനിക സൗകര്യങ്ങളും ട്രെയിനിലുണ്ട്. അഹമ്മദാബാദ് മുംബൈ സെൻട്രൽ ഡബിൾ ഡെക്കർ എക്സ്പ്രസ്. അഹമ്മദാബാദ് മുംബൈ സെൻട്രൽ ഡബിൾ ഡെക്കർ എക്സ്പ്രസ് മികച്ച സസ്പെൻഷൻ സാങ്കേതിക വിദ്യ, ഏകദേശം 1500 യാത്രക്കാർക്ക് ഇരിക്കാനുള്ള സൗകര്യവുമുണ്ടായിരുന്നു. അഹമ്മദാബാദ് മുംബൈ ഡബിൾ ഡെക്കർ. അഹമ്മദാബാദ് മുംബൈ ഡബിൾ ഡെക്കർ കുറഞ്ഞ സമയത്തിനുള്ളിൽ ലക്ഷ്യസ്ഥാനത്തെത്താൻ കഴിയുന്ന ട്രെയിൻ സർവീസ്. ട്രെയിൻ യാത്ര തുടങ്ങി 7 മണിക്കൂറിനകം അവസാന സ്റ്റേഷനിൽ എത്തിച്ചേരും. മുംബൈ അഹമ്മദാബാദ് ഡബിൾ ഡെക്കർ എക്സ്പ്രസ്. മുംബൈ അഹമ്മദാബാദ് ഡബിൾ ഡെക്കർ എക്സ്പ്രസ് 10 പ്രധാന റെയിൽവേ സ്റ്റേഷനുകൾ വഴി അഹമ്മദാബാദ് ജംഗ്ഷനിലെത്തും. അഹമ്മദാബാദ് മുംബൈ സെൻട്രൽ AC ഡബിൾ ഡെക്കർ എക്സ്പ്രസ്. അഹമ്മദാബാദ് മുംബൈ സെൻട്രൽ AC ഡബിൾ ഡെക്കർ എക്സ്പ്രസ് ട്രെയിൻ അഹമ്മദാബാദ് ജംഗ്ഷനിൽ നിന്ന് രാവിലെ 5:50-ന് പുറപ്പെട്ട 1:05-ന് MMCT സ്റ്റേഷനിലെത്തും. അഹമ്മദാബാദ് മുംബൈ സെൻട്രൽ AC ഡബിൾ ഡെക്കർ എക്സ്പ്രസ്. അഹമ്മദാബാദ് മുംബൈ സെൻട്രൽ AC ഡബിൾ ഡെക്കർ എക്സ്പ്രസ് ആകെ സഞ്ചരിക്കുന്നത് 491 കിലോമീറ്റർ ദൂരമാണ്. ശരാശരി വേഗത മണിക്കൂറിൽ 67.72 കിലോമീറ്റർ. പാലക്കാട് ബംഗളൂരു ഡബിൾ ഡെക്കർ ഉദയ് എക്സ്പ്രസ്. കേരളത്തിൽ ആദ്യമായി ഡബിൾ ഡെക്കർ ട്രെയിൻ കർണാടക, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് സംസ്ഥാനങ്ങളിലൂടെ കടന്നുപോകുന്ന ട്രെയിന് കോയമ്പത്തൂർ നോർത്ത്, തിരുപ്പൂർ, ഈറോഡ്, സേലം, തിരുപ്പത്തൂർ, കുപ്പം, KR പുരം, ബംഗളൂരു സിറ്റി എന്നിങ്ങനെ 9 സ്റ്റേഷനുകളിലൂടെ കടന്നുപോകുന്ന ട്രെയിൻ സർവീസ് പാലക്കാട്ടേക്ക് നീട്ടുകയായിരുന്നു. 2024-ൽ റെയിൽവേയുടെ മേഖലാതല അവലോകന വേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മുന്നിൽ അവതരിക്കപ്പെട്ട ആശയമായിരുന്നു ഡബിൾ ഡെക്കർ ട്രെയിനിന്റേത്. പദ്ധതിയുടെ കൂടുതൽ വിശദാംശങ്ങൾക്കും പഠനത്തിനും പ്രധാനമന്ത്രിയുടെ ഓഫീസ് പിന്തുണ പ്രഖ്യാപിച്ചതോടെയാണ് പ്രവർത്തനം ആരംഭിച്ചത്. നിലവിൽ റോഡ് ഗതാഗതത്തെ ആശ്രയിക്കുന്ന പാഴ്സലുകൾ, ഇ-കൊമേഴ്സ് കയറ്റുമതികൾ തുടങ്ങിയ ചെറിയ ചരക്കുകൾ റെയിൽവേ വഴി കൊണ്ടുപോവുകയാണ് റെയിൽവേ ബോർഡ് ലക്ഷ്യമിടുന്നത്. 2030 ആകുമ്പോഴേക്കും 3000 ദശലക്ഷം ടൺ ചരക്ക് ഗതാഗതമാണ് റെയിൽവേ ലക്ഷ്യമിടുന്നത്. അതിനായ പാഴ്സൽ കയറ്റുമതി ഉൾപ്പെടെയുള്ള വിവിധ വസ്തുക്കളുടെ വളർച്ച ത്വരിതപ്പെടുത്തുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.